നമസ്കാരം. എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. എന്തെങ്കിലുമൊക്കെ തെളിവുകൾ എവിടെയും അവശേഷിക്കും എന്ന് പറയുന്നത് പോലെ സത്യങ്ങൾ വിളിച്ചു പറയാൻ ഇന്ന് വീണാമണി എന്ന ഒരു പൊതുപ്രവർത്തക മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. നവീൻ ബാബുവിന്റെ മരണം നടന്ന അന്നേ ദിവസം, അതായത് ബോഡി മലയാളപ്പുഴയിൽ അവർ വീട്ടിലേക്ക് കൊണ്ടുപോയ അന്നേ ദിവസം നേരെ മലയാളപ്പുഴയിലെത്തി അവരുടെ വീട്ടിൽ വളരെ വ്യക്തമായി ഇന്ന് നവീൻ ബാബുവിന്റെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നും വളരെ വ്യക്തമായി പറഞ്ഞു. പക്ഷെ അന്ന് നവീൻ ബാബുവിന്റെ കുടുംബം അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് CBI അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ കൂടി അന്ന് വീണാമണി പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി വിഷയമായി വരികയാണ്. അത് മാത്രമല്ല, വീണാമണിയെ നവീൻ ബാബുവിന്റെ വീട്ടു പരിസരത്ത് വെച്ച് അവരെ പരിശോധിക്കാനും ആക്രമിക്കാനും നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ചുള്ള എന്തെങ്കിലും രേഖകൾ മൊബൈൽ ഫോണിനോ മറ്റോ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനും ഒക്കെ പാർട്ടി അണികളും നേതൃത്വവും തീരുമാനിച്ച ആ പ്രവൃത്തിയുമൊക്കെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതുമൊക്കെ കണ്ടുനിന്നു മലയാളത്തിലെ ചാനലുകൾ എന്നും കൂടി വാർത്ത പുറത്തു വരികയാണ്. കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രം, അവിടുത്തെ രാഷ്ട്രീയ ശാസ്ത്രം കൃത്യമായി അറിയാവുന്ന വീണാമണി എങ്ങനെയാണ് നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നവീൻ ബാബുവിന്റെ ഓഫീസിൽ, നവീൻ ബാബുവിന്റെ എന്നല്ല, കേരളത്തില് മിക്ക ഓഫീസുകളിലും വീണാമണി കയറി ഇറങ്ങിയിട്ടുണ്ട്. തന്റെ പൊതുപ്രവർത്തന രംഗവുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിനെ നേരത്തെ തന്നെ അറിയാം. അദ്ദേഹം മലയാളപ്പുഴയിലാണ് എന്നും അവരുടെ ഒരു കുടുംബമുണ്ട്, 2 പെൺകുട്ടികളുണ്ട് എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന വ്യക്തമായ ബന്ധം അവർ തമ്മിലുണ്ട് എന്ന് പറയുന്നു. അതായത് ഒരു പൊതുപ്രവർത്തകയും അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധങ്ങൾ അവിടെ വളരെ വ്യക്തമായി ഉണ്ടായിരുന്നത് കൊണ്ടാണ് നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച ഉടൻ തന്നെ അവർ പരിയാരം മെഡിക്കൽ കോളേജിൽ തനിക്ക് അറിയാവുന്ന സ്റ്റാഫുകളെ, അവർ പേര് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല, തനിക്ക് അറിയാവുന്നവരെ ചട്ടം കെട്ടിയത് എന്താണ്, ആരാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്ന്. യഥാർത്ഥത്തിൽ നവീൻ ബാബുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് വീണാമണി ഉറപ്പിച്ചു പറയുന്നത്. അതായത് ആ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ വിവരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അവരുമായിട്ട് ബന്ധമുള്ള സ്റ്റാഫുകൾ അവർ പറഞ്ഞതനുസരിച്ച് നവീൻ ബാബുവിന്റെ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടിട്ടില്ല. അത് ശരിയാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മരണം, ഒരു അസ്വാഭാവിക മരണം നടന്നാൽ അവിടെ പോലീസ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായും മറ്റ് ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നുള്ള പരിശോധന ഉണ്ടാവും, അതുപോലെ ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടാവും, അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവും. ഇതൊക്കെ വീഡിയോയിൽ പകർത്തുന്നുണ്ടാവും. എന്നാൽ നവീൻ ബാബുവിന്റെ ആ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വീഡിയോ പകർത്തിയതായിട്ടോ മറ്റോ യാതൊരു വിവരങ്ങളും പുറത്തു പറയുന്നില്ല. അത്തരം വിവരങ്ങളൊന്നും നമുക്കറിയില്ല. ആ സാഹചര്യത്തിൽ അത്തരം സംഭവം ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യത്തിൽ ഇവിടെ ഒരു പോസ്റ്റ്മോർട്ടം തന്നെ നടന്നോ എന്ന് വീണാമണി സംശയിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, അവർ അസന്നിഗ്ധമായി പറയുന്നു ഒരു പോസ്റ്റ്മോർട്ടം നടന്നിട്ടേ ഇല്ല എന്ന്. കാരണം അത്തരത്തിലുള്ള ഒരു വിവരമാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത് എന്ന്. അതിന് അവർ പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. അതായത് ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വരുമ്പോൾ അത് പോസ്റ്റ്മോർട്ടം ഉണ്ടാകാറില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. സാധാരണഗതിയിലുള്ള പോസ്റ്റ്മോർട്ടം അവിടെ നടക്കും. പക്ഷെ ഇത്തരത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി കൊലയോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റ് ശരീരമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാറില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ വീണാമണി പറയുന്നതാണ് ശരി എന്ന് വരികയാണ്. അതായത് ഇവിടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള അന്വേഷണം അവിടെയും ഇവിടെയും എത്താതെ നിൽക്കുമ്പോൾ ഈ വീണാമണി പറയുന്നതെല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്, എല്ലാം യോജിച്ചു വരുന്നുണ്ട്. ഇപ്പോ നവീൻ ബാബുവിന്റെ ഡ്രൈവർ അദ്ദേഹത്തെ മുനീശ്വരൻ കോവിലിന്റെ അടുത്ത് ഇറക്കി വിട്ടു, അവിടെ നിന്ന് അദ്ദേഹം ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു യാത്ര, ഓട്ടോറിക്ഷ യാത്ര പോയില്ല എന്ന് മാത്രമല്ല, മറ്റൊരു കാറിൽ, അതായത് ഒരു സ്കോർപിയോ പോലെയുള്ള ഒരു കാറിനുള്ളിൽ മധ്യത്തെ സീറ്റിൽ നവീൻ ബാബുവിനെ ഇരുത്തിയതായി വീണാമണി കണ്ടതായി പറയുന്നുണ്ട്. സ്ഥിരപരിചയമുള്ള ഒരാളാവുമ്പോൾ സ്വാഭാവികമായും ഒരു ഛായ ഉണ്ടെങ്കിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അതും ശരിയാകാൻ സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മുനീശ്വരൻ കോവിലിന്റെ അവിടെ ഡ്രൈവർ ഷംസുദ്ദീൻ അദ്ദേഹത്തെ ഇറക്കി വിടും, ഔദ്യോഗിക കാറിൽ നിന്ന് അദ്ദേഹം ഇറക്കി വിട്ട് അവിടെ നിന്ന് അദ്ദേഹം ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ടാകണം. അത്തരം ദൃശ്യങ്ങളൊന്നും എവിടെ നിന്നും പുറത്തു വന്നിട്ടില്ല. അതായത് നവീൻ ബാബു ആ മേഖലയിലേക്ക് സഞ്ചരിച്ചു എന്ന് പറയുന്നതല്ലാതെ അതുവഴി സഞ്ചരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയിലേക്ക് കയറിയിട്ടുള്ള അത്തരം ദൃശ്യങ്ങളൊന്നും തന്നെ എവിടെയും ഇല്ല എന്നത് തന്നെ ഈ ഭാഷ്യം അതൊരു കളവാണെന്നും ഇതൊരു കൊലപാതകത്തിലേക്ക് വീണാമണി പറഞ്ഞത് ശരിയാണ് എന്നും വീണ്ടും വരികയാണ്. ഒരു പൊതുപ്രവർത്തകർ എന്ത് ചെയ്യണം? അവർ അന്നേ ദിവസം, അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ അട്ടിമറി നടന്നിട്ടുണ്ടാകും, പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടാവില്ല എന്ന് കണ്ണൂരിന്റെ കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന വീണാമണി അവിടെ നിന്ന് മലയാളപ്പുഴയിലെത്തി നവീൻ ബാബുവിന്റെ അനുജൻ പ്രവീൺ ബാബുവിനോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അന്നേ ദിവസം, അതായത് ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പ്
നിങ്ങൾ ആ ബോഡി ഒന്ന് പരിശോധിക്കണം, മുഴുവൻ ബോഡി ഒന്ന് പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ റീപോസ്റ്റ്മോർട്ടം നിങ്ങൾ അറേഞ്ച് ചെയ്യണം, നിർബന്ധമായിട്ടും അത് ചെയ്യണം. അതിന് നേരത്തെ ഉള്ള കേസുകളൊക്കെ ശരിയായി കൈകാര്യം ചെയ്ത സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ അവിടെ കൊണ്ടുപോകണം. അതുപോലെ ഹൈക്കോടതിയെ നിങ്ങൾ സമീപിക്കണം. ഒരു റീപോസ്റ്റ്മോർട്ടം സാധ്യമാക്കിയതിന് ശേഷം മാത്രമേ സംസ്കാര പ്രവൃത്തികൾ ചെയ്യാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് കൃത്യമായി മറുപടി പറഞ്ഞപ്പോ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ പാർട്ടി നേതൃത്വം ശ്രമിച്ചതും അവരുടെ ബാഗ് അടക്കം മുഴുവൻ പരിശോധിച്ചുകൊണ്ട് അത്തരത്തിൽ കൊലപാതക ദൃശ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് പിടിച്ചു വാങ്ങാനും അവരെ അപായപ്പെടുത്താനും ശ്രമിച്ചത് എന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവിടെ മലയാളത്തിലെ പ്രശസ്ത ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരാരും പക്ഷേ അത്തരത്തിലുള്ള ഒരു പരിശോധന എന്താണെന്നോ അവിടെ എന്താണ് നടക്കുന്നത് എന്നോ കവർ ചെയ്തിട്ടില്ല. ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? മീഡിയകളെ വിലകെട്ടി എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ മീഡിയകൾക്ക് പേടിയാണ്. ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, അമ്പാടി മോഹനൻ എന്ന ഒരാൾ പറയുന്നതായിട്ട്, ഒരു സഖാവ് പറയുന്നതായ ഒരു സീൻ ഓർമ്മ വരികയാണ്. ഇവിടെ നടന്നതിൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു പോയാൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിലപാട് പാർട്ടിക്കുള്ളത് കൊണ്ട് മീഡിയകൾ വാർത്ത ചെയ്യില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഏത് റിപ്പോർട്ടറാണ് ധൈര്യത്തോടെ വാർത്ത ചെയ്യുന്നത്? സത്യത്തിൽ ഈ വീണാമണി പറഞ്ഞതനുസരിച്ച് അന്ന് ആ ബോഡി പരിശോധിച്ചിരുന്നെങ്കിൽ, മിനിമം ആ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ മാറ്റി ആ ശരീരം പരിശോധിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം വെളിപ്പെട്ടേനെ. ഈ കൊലപാതകം അന്ന് തന്നെ വെളിപ്പെട്ടേനെ. സത്യത്തിൽ അവിടെ പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തോട് അത്രയധികം അടുപ്പം വെച്ചുകൊണ്ട് അത് ചേർന്ന് നിന്നത് ഇതൊരു കൊലപാതകമാണ് എന്ന് അവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ദഹിപ്പിച്ച് കഴിഞ്ഞ ശേഷമാണ് അതൊരു കൊലപാതകമാണ് എന്ന് അവിടുത്തെ പാർട്ടി നേതൃത്വം പറയുന്നത്. അതുവരെ ആത്മഹത്യ ആയിരുന്നത്, ദഹിപ്പിച്ചതിന് ശേഷം അത് കൊലപാതകം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പോസ്റ്റ്മോർട്ടമോ അല്ലെങ്കിൽ ഒരു പരിശോധന നടക്കില്ല എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ലോ. ഏതായാലും വീണാമണി എന്ന ആ പൊതുപ്രവർത്തകരുടെ സംസാരത്തിൽ നിന്ന് ഇനി വ്യക്തമാകുന്നത്, അത് മുഴുവൻ വായിച്ചെടുക്കുമ്പോൾ ഇതുവരെയുള്ള പാർട്ടിയുടെ നിലപാടുകൾ വെച്ച് മനസ്സിലാക്കുമ്പോൾ, പോലീസിന്റെ അന്വേഷണത്തിന്റെ ഗതികൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 3 മരണങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ്. കാരണം ഇത് CBI അന്വേഷണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം. ഇവിടെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന മട്ടിൽ ഈ കേസ് അവസാനിച്ചേക്കാം. അതുപോലെ PP ദിവ്യയ്ക്ക് അതിൽ പങ്കില്ല എന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ബലത്തിൽ PP ദിവ്യ രക്ഷപ്പെട്ട് പോരുകയും ചെയ്തേക്കാം. എന്നാൽ ഇവിടെ ഒരു CBI അന്വേഷണം വന്നാൽ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. പ്രത്യേകിച്ച് ഷംസുദ്ദീൻ എന്ന വ്യക്തി, ഡ്രൈവർ ഷംസുദ്ദീൻ, അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, അതായത് ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് പേടി തോന്നി പുറത്തുനിന്ന് 3-4 പേരെ വന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് എന്ന്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താ? വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ആള് അതിന്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്, മറ്റെവിടെയെങ്കിലും പോയി എന്നല്ലേ. വാതിൽ തുറന്നു കിടക്കുമ്പോൾ ധൈര്യമായിട്ട് അകത്തേക്ക് കിടക്കാമല്ലോ. വാതിൽ അടച്ചിട്ടിരുന്നാലല്ലേ പ്രയാസപ്പെടേണ്ട ആവശ്യമുള്ളൂ, പേടിക്കേണ്ട ആവശ്യമുള്ളൂ, ചവിട്ടിപ്പൊളിക്കേണ്ട ആവശ്യം വരുന്നല്ലോ. അപ്പൊ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടിട്ടും പോയി മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ വിവരം എന്താണ് എന്ന് ഡ്രൈവർ ഷംസുദ്ദീൻ അറിയാമെന്നാണ് വ്യക്തമാകുന്നത്. അത് മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ആ വ്യക്തിയെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. CPM ഒളിപ്പിച്ചതാണോ, അദ്ദേഹം മുങ്ങിയതാണോ, അതോ അദ്ദേഹത്തെയും ഇല്ലായ്മ ചെയ്തതാണോ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു വ്യക്തി എവിടെയും ഉള്ളതായിട്ട് ആർക്കും അറിയില്ല, ആരും കണ്ടവരുമില്ല. അതുപോലെ തന്നെ മറ്റൊരാൾ കൂടി അപകടമുള്ളത് കളക്ടറാണ്. ജില്ലാ കളക്ടർ ഒരു പക്ഷേ തടി തപ്പിയേക്കാം. പക്ഷെ എന്നാലും പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഡോക്ടർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം കുറ്റസമ്മത മൊഴിയായി ഒരു ഷോർട്ട് ഫിലിം പുറത്തേക്ക് വിട്ടിരുന്നു. അതിനകത്ത് വളരെ വ്യക്തമായി ഈ കളക്ടർ പറഞ്ഞതുപോലെ, അതായത് വന്ന് കുറ്റസമ്മതം നടത്തി എന്ന് പറഞ്ഞിരുന്നത് പോലെ, ഇദ്ദേഹം ഈ ഡോക്ടർ പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഷോർട്ട് ഫിലിമിലൂടെ കൃത്യമായി കുറ്റസമ്മതം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഒരു ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്താതെ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് വശംവദനായി അനീതി പ്രവർത്തിച്ചായിട്ട് തന്നെയാണ് അതിൽ വിഷണ്ണനായി നോക്കി നിൽക്കുന്നു. അദ്ദേഹം ഭയക്കുന്നുണ്ടാവണം അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുമെന്ന്. ഇത് CBI ഏറ്റെടുക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഷംസുദ്ദീനും അതുപോലെ ഈ ഡോക്ടറും, ആ പോസ്റ്റ്മോർട്ടം നടത്തിയ നവീൻ ബാബുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും ഇല്ലാതാകും, ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഓരോ കഥകൾ, ഓരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് വളരെ ആസൂത്രിതമായ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന് തെളിയുമ്പോൾ എന്തൊക്കെ കഥകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുകൂടി ചിന്തിക്കണം. കേവലം നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണെന്നും അതിൽ ഇന്ന പ്രതികളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാതെ എന്തിനു വേണ്ടി കൊന്നു, ഏതൊക്കെ രേഖകൾ മറയ്ക്കാൻ, ഏതൊക്കെ കാര്യങ്ങൾ മറയ്ക്കാൻ എന്നതുകൂടി പുറത്തു വരണം. അപ്പോഴാണ് ഇതിന്റെ ഈ കൊലപാതകത്തിന്റെ ഭീകരത എത്രത്തോളമെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. Different angles. Don't forget to subscribe and support this channel.